ഹായ്, ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഉപ്പിലേക്ക് ഇതൊരു തുള്ളി മാത്രം ഒഴിച്ചാൽ മതി. നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പല്ലി, പാറ്റ, എലി, പെരിച്ചാഴി, പാമ്പ് ഇതൊന്നും അടുക്കാൻ പോണില്ല കേട്ടോ. അതുമാത്രമല്ല, ഉപ്പ് വെച്ച് ചെയ്യാവുന്ന ഒരുപാട് നല്ല ടിപ്സായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ കടയിൽ നിന്ന് ഉപ്പ് വാങ്ങിക്കുമ്പോൾ കല്ലുപ്പ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കല്ലുപ്പാണ് നമ്മുടെ ഹെൽത്തിന് കൂടുതലും നല്ലത്. അപ്പം ഇനി കല്ലുപ്പ് വാങ്ങിയിട്ട് നമ്മളത് പൊടിച്ചു വെക്കണം. പൊടിച്ചു വെച്ച് കഴിയുമ്പോൾ അത് ഈർപ്പം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നനവ് പോലെയൊക്കെ വരുമല്ലോ. അപ്പം അതില്ലാതിരിക്കാനായിട്ട് ചിരട്ട എടുക്കുക. ചെറിയ പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്താണ് നല്ല ക്ലീൻ ആയിട്ട് വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു പീസ് ഉപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഈർപ്പമൊന്നും ഇല്ലാതെ നനവും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിൽ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് തേങ്ങ എടുത്തിട്ട് പകുതി യൂസ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കും അല്ലേ. പിന്നീട് നമ്മൾ അതെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഡ്രൈ ആയി ഉണങ്ങിയ പോലെയൊക്കെ ആയിട്ടുണ്ടാവും. അത് മാത്രമല്ല ടേസ്റ്റിലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇത് നമുക്ക് പുറത്ത് തന്നെ ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ ഇരുന്നാൽ ഒരാഴ്ച വരെ നമുക്ക് ടേസ്റ്റിലും അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇതും നല്ല അടിപൊളി ടിപ്പാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ വീടുകളിൽ പഞ്ചസാര വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈർപ്പം വരും അല്ലെ, നനവ് പോലെയൊക്കെ കാണാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാതെ നമ്മുടെ പഞ്ചസാര നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് മാത്രം എടുത്തിട്ട് ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിലോ കണക്കിന് പഞ്ചസാര വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നാൾ വരെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഈർപ്പൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഉറുമ്പിന്റെ ശല്യവും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടിപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ വീടുകളിൽ നമ്മൾ പരിപ്പ് പയറൊക്കെ കൂടുതലായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും അതിൽ ചെറിയ പ്രാണികളും ഉച്ചും ചെള്ളൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് പിഞ്ചുപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ ചെള്ള് പ്രാണികളുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതുപോലത്തെ ധാന്യങ്ങൾ പരിപ്പിലാണ് കൂടുതലായിട്ടും അങ്ങനെ കാണാറുള്ളത്. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇതുപോലുള്ള ധാന്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ നാൾ ഉച്ചൊന്നും കുത്താതെ ചെള്ളൊന്നും കയറാതെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റൂ കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളതാണ് റവ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വറക്കാതെയാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രാണികളോ ഉച്ചൊക്കെ കുത്താറുണ്ട് അല്ലേ. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ പിഞ്ചുപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ഈ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഒരു കേടും വരില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ടിപ്പാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ചെറിയുള്ളിക്കും ഒക്കെ വില കുറഞ്ഞ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അത് വാങ്ങി പേസ്റ്റ് ആക്കി വെക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ. നമുക്ക് ദിവസേന ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു വില കുറഞ്ഞ സമയത്ത് കൂടുതൽ വാങ്ങി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കും. ദിവസേന നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കറിക്കൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് തോരനോ രസമോ സാമ്പാറോ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഇത് ആവശ്യം വരുമല്ലോ. ഈ ഒരു സമയത്ത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ കേടാവാതെ മാസങ്ങളോളം മുളയൊന്നും വരാതെ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന നല്ലൊരു ടിപ്പാണ്. ഇവിടെ വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നറാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ ആയാലും മതി. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ പേപ്പർ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. വർഷങ്ങളോളം നമ്മുടെ വെളുത്തുള്ളി കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. മുളയൊന്നും വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും വിധത്തിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇതുപോലെ അല്ലികളായിട്ട് അടർത്തി സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു നടുവിൽ വരുന്ന ഒരു തണ്ട് പോലത്തെ ഭാഗം നമ്മളത് ഈ ഒരു ഭാഗം നമ്മളത് വേസ്റ്റ് ചെയ്യുന്നില്ല. ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു ടിപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കാം. കിലോ കണക്കിന് വെളുത്തുള്ളി ആണെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ, വർഷക്കണക്കിന് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. വെളുത്തുള്ളി കൂടുതലായിട്ട് വാങ്ങുമ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ടിപ്പാണ്. ചെയ്യാനും വളരെ സിമ്പിളാണ് അല്ലേ? എല്ലാം അടർത്തി ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപ്പുകൊണ്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. വേറെ ഒരു ബുദ്ധിമുട്ടില്ല ഈ ടിപ്സ് ഒക്കെ ചെയ്യാനായിട്ട്. മുകളിലേക്ക് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു പേപ്പറും കൂടെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. വെളുത്തുള്ളി എല്ലാം നല്ല കവർ ചെയ്തിരിക്കുന്ന വിധത്തിൽ നല്ല ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമുക്കിത് പുറത്ത് തന്നെ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാവരും എന്തായാലും വെളുത്തുള്ളി കൂടുതലായിട്ട് വാങ്ങുന്ന സമയത്ത് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ ആ ഒരു നടുവിലത്തെ തണ്ട് പോലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ വെളുത്തുള്ളിയുടെ കാമ്പ്, അത് വെച്ചിട്ടാണ് അടുത്ത ടിപ്പ് ചെയ്യാൻ പോകുന്നത്. വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ടിപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ അരി കൂടുതലായിട്ട് വാങ്ങി വെക്കും അല്ലേ? കിലോ കണക്കിന് അരി ആയിരിക്കുള്ളൂ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് നമ്മുടെ അരിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രാണികളൊക്കെ ഉണ്ടാവും അല്ലെ? ചെള്ളും ഉച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പുഴു വരെ വരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരിയിലേക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ കാമ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു അരിക്കുള്ളിൽ ഈ വക പ്രാണികളും ചെള്ളും ഒന്നും കയറാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ കേട്ടോ. വളരെ സിമ്പിൾ അല്ലേ ചെയ്യാനായിട്ട്? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം. നമ്മുടെ വീടുകളിൽ നമ്മൾ അരിയോ ഗോതമ്പോ ഒക്കെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ? മൈദയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇതിപ്പോ മൈദയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഏത് പൊടിയാണെങ്കിലും അതൊക്കെ അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരാതെയും അത് കട്ട പിടിക്കാതെയും അതുപോലെ ചെള്ളും വണ്ടൊന്നും കയറാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് പിഞ്ചുപ്പ് എടുത്തിട്ട് ഈ ഒരു പൊടിയിലേക്ക്, ഏത് പൊടിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഗോതമ്പിന്റെ ആണെങ്കിലും അരിയുടെ പൊടിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാള് ഇത് കേടുകൂടാതിരിക്കും. ടേസ്റ്റിലും വ്യത്യാസം വരില്ല. കട്ട പിടിക്കാതെയും വണ്ടൊന്നും കയറാതെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടിപ്സ് ആണ്, വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഉപ്പിലേക്ക് ഇതൊരു തുള്ളി മാത്രം ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ കാണുന്ന എലി, പെരിച്ചാഴി, അത് മാത്രമല്ല പാമ്പ്, പല്ലി എന്നിവയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പൊ അവയൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂട്ടോ. എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം. അതായത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിക്കുമ്പോൾ കിട്ടാറുള്ള യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കൈപ്പിടി അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിനമൺ പൗഡർ ആണ് കേട്ടോ, കട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കറുകപ്പട്ട പൊടിച്ചതാണ്, 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള സ്പൈസസിന്റെ സ്മെല്ലൊന്നും പ്രാണികൾക്കൊന്നും പറ്റാത്തവയാണ്. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് ഹാർപ്പിക്കാണ്. അതും 1 ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിന്റെയൊക്കെ സ്മെല്ലുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തോട്ട് പാമ്പ്, എലി എന്നിവയൊന്നും അടുക്ക പോലും ഇല്ല. ഇവയുടെയൊക്കെ സ്മെല്ല് മാത്രം മതി ഈ വെറ്റുകളൊക്കെ തുരത്താനായിട്ട്. പ്രത്യേകിച്ചും വിനാഗിരി, അതുപോലെ വെളുത്തുള്ളി, ഹാർപ്പിക്ക്, പിന്നെ സിനമൺ പൗഡർ, സ്പൈസസിന്റെ സ്മെല്ലൊന്നും ഇവയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. ഇനി ഇത് 1 മണിക്കൂറത്തേക്ക് ഒന്ന് അടച്ചു വെക്കണം. ഈ സ്പൈസസിന്റെ സ്മെല്ലൊന്നും ഇവറ്റകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് സിനമൺ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് സോക്കായി നല്ല കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും
പട്ടയുടെ ഒക്കെ സ്മെല്ല് നല്ല രീതിക്ക് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അല്ല, ഹാർപ്പിക്കും കൂടെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ 100% നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണത്. ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത് അരിച്ചെടുത്തിട്ട് നമ്മളൊരു ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരു ഹോൾ ഇട്ടതിന് ശേഷം എലിയുടെയും പെരിച്ചാഴിയുടെ ഒക്കെ ശല്യമുള്ളത് എവിടെയാണോ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുക്കള വശത്തും നമ്മുടെ വീടിന്റെ മുൻവശങ്ങളിലൊക്കെ ചവിട്ടുപടിയിട്ടൊക്കെ അവിടെ പാമ്പൊക്കെ ഈ ഒരു സമയത്ത് പതുങ്ങി വന്ന് കിടക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ കാണിച്ച എല്ലാ ടിപ്സും വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് എല്ലാ ടിപ്സും ചെയ്തിട്ടുള്ളത്. ഉപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടായിരുന്നു അല്ലേ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. വളരെ സിമ്പിളാണ്, അതുപോലെ എഫക്റ്റീവ് ആണ്. നമുക്കിനി അടുത്ത ടിപ്പ് നോക്കാം. ശർക്കര വാങ്ങി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞു പോകാറുണ്ടല്ലേ, സ്റ്റിക്കി പോലെയാവും, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലോട്ടാവും. കുറച്ച് നാളത്തേക്ക് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് അടച്ചു വയ്ക്കാം. ഈ ശർക്കരയിൽ നന്നായിട്ട് ആക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയ പോലെ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. കണ്ടെയ്നറിലാണെങ്കിലും കവറിലാണെങ്കിലും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാസം വേണമെങ്കിലും ഇത് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇത് ഉപ്പ് സംബന്ധിച്ചതല്ല. നമ്മൾ സാധാരണ നൂലെടുക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എപ്പോൾ വേണേലും ആ നൂലിൻ്റെ എഡ്ജ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു പൊട്ട് വെച്ച് ഇതുപോലെ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും നൂല് പെട്ടെന്ന് അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.